ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇതുപോലെ തൊലി കറുത്ത പഴം കളയാതെ അതുകൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുക്കാം. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. അതിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണിത്. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരും. ഞാനിത് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ പഴുത്ത പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് നല്ലതുപോലെ നുറുക്കിയെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം റവ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ റവയൊക്കെ നല്ല കട്ടിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒഴിച്ച വെള്ളമെല്ലാം അത് അബ്സോർബ് ചെയ്ത്. ഈ കുതിർത്തിയെടുത്ത റവ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയിലാണ് ഇത് കുതിർന്നിരിക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ആ റവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ചിരകിയ തേങ്ങയാണ്. 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ 1 കപ്പ് കുതിർത്തിയ റവയും 1/2 കപ്പ് ചിരകിയ തേങ്ങയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പിൻ്റെ കപ്പാണ്, ഇതിൽ 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ അയവായിരിക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ജാറിൽ പറ്റിയിരിക്കുന്ന മാവെല്ലാം ഒന്ന് വടിച്ചെടുക്കുക. ജാറ് വെള്ളമൊഴിച്ച് ചുറ്റിക്കാതെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ വടിച്ചെടുക്കുക. ഞാനതെല്ലാം വടിച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പഴം നമ്മളെടുത്തത് ഇതുപോലെ നുറുക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കത്തി ഉപയോഗിച്ചൊന്ന് കൊത്തി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയോ ശർക്കരയോ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഴത്തിൻ്റെ മധുരം തന്നെ ഇതിന് ആവശ്യത്തിനുണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശത്തവ ചൂടാക്കി കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി നല്ലതുപോലെ ചൂടായി തവയിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പതിയെ ഒന്ന് പരത്തി കൊടുക്കാം. മാവ് ഒഴിച്ചാൽ ഒഴുകി പോകാത്ത രീതിയിലായിരിക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാറ്ററെല്ലാം നമുക്ക് ഇതുപോലെ ചെറിയ കുട്ടി ദോശയായിട്ട് പരത്തി എടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഹീറ്റിൽ 4 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ മുരിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് ഉണ്ടാക്കാം. 4 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പാനിൽ നിന്ന് ഇതുപോലെ വിട്ടു പോന്നിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് മറിച്ചിടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ സ്നാക്കെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ സ്നാക്കെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ സ്നാക്കെല്ലാം പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനും എളുപ്പമാണ്. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 4 പേർക്ക് കഴിക്കാൻ പാകത്തിലുണ്ടാകും. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണിത്. പഴുത്തു പോയ പഴം ഉണ്ടെങ്കിൽ കളയാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്